ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ധീര വിപ്ലവ സംഘടനയിൽപ്പെട്ട ഏതാനും യുവതികൾ, ഏതാനെന്ന് വെച്ചാൽ ഒരു 10-30 പേരുള്ളൂ. അവർ വൈകുന്നേരം ഒരു 6 മണിയോടടുത്ത സമയത്ത് സായം സന്ധ്യയിൽ ഒരു വമ്പിച്ച പ്രകടനം നടത്തി. ബെസ്റ്റ്. ആ പ്രകടനത്തിന് മുമ്പിൽ പിടിച്ചിരുന്ന ആ ബാനറിൽ എഴുതിയിട്ടുള്ള ഇറ്റ് ഇസ് ജിഹാദ്, വിക്ടറി ഓർ മാർട്ടിഡം എന്നാണ്. ഇത് ജിഹാദാണ്, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം. ഇത് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, അറബിയിലും എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടില്ല. പിന്നെ ഈ ചെറുപ്പക്കാരികൾ വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരുന്നു. ആദ്യം അധ്യാത്മ ഇംഗ്ലീഷിലായിരുന്നു. പാലസ്തീനെ മോചിപ്പിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പറഞ്ഞിട്ടില്ല. കണ്ണൂർ മാടായിപ്പാറയിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം നിർത്തി ഹമാസിന് സർവ്വസ്വാതന്ത്ര്യവും പരമാധികാരവും കൊടുത്ത് ഗസയിൽ നിന്ന് പിന്മാറും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? കഷ്ടം. ഞാൻ വിചാരിക്കുന്നില്ല, നിങ്ങളും വിചാരിക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ ചെറുപ്പക്കാർ വിചാരിക്കുന്നു മാടായിപ്പാറയിൽ നിന്ന് ഉച്ചത്തിൽ ഇംഗ്ലീഷിൽ മുദ്രാവാക്യം വിളിച്ചാൽ അത് നെതന്യാഹുവിൻ്റെ ചെവിട്ടിലെത്തും. നെതന്യാഹുവിൻ്റെ മുതലാളിയായിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവിയിലെത്തും. ട്രംപ് ഉടനെ തന്നെ നെതന്യാഹുവിനോട് പറയും, മോനെ ബെഞ്ചി, യുദ്ധം നിർത്തട, ഇനി രക്ഷയില്ലടാ, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻകാർ ഇറങ്ങിയിട്ടുണ്ടാ, ഉടനെ യുദ്ധം നിർത്തിക്കോ, അല്ലെങ്കിൽ നിൻ്റെ കളസം കീറും എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നെതന്യാഹു തോക്ക് താഴെ വെച്ച് കീഴടങ്ങും. പിന്നെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനോട് ചോദിക്കും, ആരെ ഏൽപ്പിക്കണം ഭരണം? അപ്പോൾ അവർ പറയും ഇന്ന കാക്കയെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയും. ഇപ്പോൾ അയാളെ ഏൽപ്പിക്കും. ഇതൊക്കെ എന്ത്? അതോടെ ഈ പാലസ്തീൻ പ്രശ്നത്തിന് പരിപൂർണമായ പരിഹാരം എത്തും. ഇതാണ് ഇവരുടെ വിചാരം. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഇവരുടെ ഈ വിചാരം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 2023 അന്തിമ സമരം തുടങ്ങിയ സമയത്ത് മുതൽക്ക് ഇവർക്ക് വലിയ രോമാഞ്ചവും കോരിത്തരിപ്പുണ്ടായി. അത് നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. ദാവൂദ് സാഹിബിൻ്റെ TV ചർച്ചകളിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ ഷിഹാബ് പൂക്കോട്ടൂരിൻ്റെ വിഖ്യാതമായ കൊണ്ടോട്ടി പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ്. ഇവിടെ ആളുകൾ മരിക്കുന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല, ഇത് പരലോകത്തേക്കുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്ന്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? അതുപോലെ സൈദ്ധാന്തികന്മാരായ ഒരുപാട് ആളുകൾ വലിയ വലിയ പ്രസംഗങ്ങളും പ്രസ്താവനകളൊക്കെ നടത്തി. എന്നിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല. ഇസ്രായേലിൻ്റെ തിരിച്ചടി അന്ന് തുടങ്ങിയതാണ്, ഇന്നും തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും മയ്യത്തായി. ഇസ്മായിൽ ഹാനിയ പോയി, യഹിയ സിൻവർ പോയി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ പോയി. ഏറ്റവും ഒടുവിൽ അബു ഉബൈദ എന്ന് പറഞ്ഞ അവരുടെ ഒരു താത്വിക ആചാര്യനും മാധ്യമപ്രവർത്തനം ഉണ്ടായിരുന്നു, അദ്ദേഹവും പടമായി എന്നാണ് കേൾക്കുന്നത്. ശരിക്കും വിളിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനു മുമ്പ് സമരത്തിന് ഇറങ്ങിയവർ, ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തിയവർ, ജാഥയ്ക്ക് പോയവരൊക്കെ കൊടിയും മടക്കി വെച്ച് വീട്ടിൽ പോയി. അമേരിക്കയിൽ ഇങ്ങനെ വിപ്ലവത്തിന് ഒരുക്കി പുറപ്പെട്ട് പ്രതിഷേധം നടത്തിയ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവർ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു, അതുപോലെ ഹാർവാർഡിലും യെയിലിലും കൊളംബിയയിലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും TC കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടു, പൊക്കോളം പറഞ്ഞു. നിങ്ങൾ ഇത്ര പഠിച്ചത് മതി, ഇനി പഠിക്കണ്ട, ഇനി പഠിക്കാൻ ഈ രാജ്യത്ത് നിങ്ങൾക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് അവർ മടക്കി അയച്ചു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? ഇന്ത്യയിൽ പിന്നെ അങ്ങനെ ഒരു നിയമമില്ലാത്തതുകൊണ്ട് പഠനം നടത്താനായിട്ട് തടസ്സമില്ല. അവരിപ്പോഴും പഠനം തുടരുകയാണ്. അതേസമയത്ത് ഈ ജനാധിപത്യ പാർട്ടികളൊക്കെ ഈ പ്രസ്ഥാനം നിർത്തിപ്പോയി. മുസ്ലിം ലീഗുകാർ പോലും ഇപ്പോൾ ഫലസ്തീൻ എന്നുള്ള വാക്ക് പറയുന്നില്ല, കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഈ വരുന്ന ഡിസംബർ മാസത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടാവും, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടാവും. ഈ സമയത്ത് ഹമാസിന് വേണ്ടി നിലവിളിച്ചാൽ ഒറ്റ വോട്ട് കിട്ടുകയില്ല. അവർ കൊണ്ടുവരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഇവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നൽകുന്ന സൂചന അതാണ്. ഫലസ്തീന് വേണ്ടി അധികം ഒച്ചയെടുത്താൽ ഇപ്പോൾ ഉള്ള വോട്ട് കൂടി പോയി കിട്ടും എന്നുള്ളതാണ്. അത് മനസ്സിലാവുകൊണ്ടാണ് മാർക്സിസ്റ്റുകാർ നേരത്തെ തന്നെ ഈ കട്ടയം പടവും മാറ്റിവെച്ചത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. ഇപ്പോൾ UDFകാർക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് അവരാരും പ്രതിഷേധത്തിനില്ല, പ്രകടനത്തിനില്ല, ഒന്നിനുമില്ല. വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെയുള്ള പ്രകടനത്തിൽ പോലും യഹിയ സിൻവറിൻ്റെയും സയ്യിദ് കുത്തുബിൻ്റെയും
ഹസനുൽ ബന്നയുടെയൊക്കെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്ത ധീര പാരമ്പര്യമാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കുള്ളത്. അവരുടെ സോൾഡാറ്റ് യൂത്ത് മൂവ്മെൻറ്റ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടത്തിയ വമ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ഒരു നേതാവിൻ്റെ പടം അവർക്ക് പൊക്കി പിടിക്കാൻ കിട്ടിയില്ല. CH മുഹമ്മദ് കോയയുടെയോ അല്ലെങ്കിൽ മൗലാന ആസാദിൻ്റെയോ അതുമല്ലെങ്കിൽ MA അൻസാരിയുടെയോ സക്കീർ ഹുസൈൻ്റെയോ ബാഫയ്ക്ക് തങ്ങളുടെയോ പടമല്ല. അവർ പൊക്കി പിടിച്ചത് ഈ സയ്യിദ് കുത്തബ് മുതലായ ആഗോള തീവ്രവാദികളുടെ പടമാണ്. പിന്നെ യഹിയ സിൻവറിൻ്റെ പടമാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതുപോലെയാണ് അവരുടെ എല്ലാ കലാപരിപാടികളും. യഹിയ സിൻവർ ഇസ്രായേലിൻ്റെ വെടികൊണ്ട് പരലോകപ്രാപ്തനായപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആലുവയിൽ വരെ മയ്യത്ത് നമസ്കാരം നടത്തിയവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ പാകിസ്ഥാന് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. അതുകൊണ്ടാണ് 1975 ഇന്ദിരാഗാന്ധി ഈ സംഘടനയെ നിരോധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യമുള്ള സംഘടന ഇത് ജിഹാദാണ് എന്ന ബാനർ പിടിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിയതിന് ശേഷം അവരിപ്പോൾ പറയുന്നത് ഇതിൽ പ്രകോപനപരമായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ക്ഷേത്രഭൂമിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിയാമെങ്കിൽ തന്നെ അതിൽ തടസ്സമൊന്നുമില്ല. ഇത് പൊതുവായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് എവിടെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ഞങ്ങൾ മാടായിപ്പാറയിലും പ്രതിഷേധിക്കും. ഇനി വേണ്ടി വന്ന വടക്കുംനാഥ ക്ഷേത്രത്തിന് മുമ്പിലും പ്രതിഷേധിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാം. ഉറപ്പിക്കാമോ? ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇന്ത്യ മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങൾക്കെതിരെ കേസെടുക്കുന്ന ഇസ്ലാമോഫോബിയാണ്. പിണറായി പോലീസ് സംഘി പോലീസാണ്. ഈ ജൈവ വൈവിധ്യ മേഖല എന്നൊക്കെ പറയുന്നത് വെറുതെ ഉടായിപ്പാണ്. അതിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ മൗദൂദിയുടെ ഗ്രന്ഥത്തിലും പിന്നെ ദാവൂദിൻ്റെ ചാനലിലും മാത്രമാണ്. അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിനാളഹ അൽ ഒട്ടഹ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. മാത്രമല്ല ഇത് 10-40 പേര് നടത്തിയ ഈ വമ്പിച്ച പ്രകടനത്തെ നിങ്ങളെല്ലാവരും കൂടി വിജയിപ്പിച്ച് ആഗോള പ്രശ്നമാക്കി മാറ്റി തീർത്തു. ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ നെതന്യാഹു കീഴടങ്ങും. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കാശിക്കോ രാമേശ്വരത്തേക്കോ അല്ലെങ്കിൽ വേളാങ്കണ്ണിക്കോ തീർത്ഥയാത്ര പോകും എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ചിരിച്ചു പോയനെ.